നമസ്കാരം, എന്റെ പേര് അഭിലാഷ്. ഞാൻ താലൂക്ക് കോച്ചിങ് സെന്ററിലെ ഹിസ്റ്ററി അധ്യാപകനാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ആദ്യ ചാപ്റ്റർ ആണ്. അപ്പം 9 നിന്ന് 10ലേക്ക് എത്തുന്ന ആൾക്കാർക്ക് അറിയാം, സോഷ്യൽ സയൻസിൽ രണ്ടായി പിടിക്കുന്ന ഹിസ്റ്ററി എന്നും ജോഗ്രഫി എന്നും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ആദ്യ ചാപ്റ്റർ ആണ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം. ഫസ്റ്റ് ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം. അപ്പൊ നമ്മൾ ആദ്യം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വിപ്ലവങ്ങളെ കുറിച്ച്. എന്താണ് വിപ്ലവം? എല്ലാവരും കേൾക്കുന്ന വിപ്ലവത്തെ കുറിച്ച്. നമ്മുടെ സമൂഹത്തില് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ചില ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗം ആൾക്കാർക്ക് അവിടെ അവകാശങ്ങൾ കാണത്തില്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കാണത്തില്ല. അപ്പൊ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ചില സമരങ്ങൾ ആരംഭിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അപ്പോഴാണ് സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ലോകത്തിലെ പല കോണുകളിൽ നടന്ന 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ പേരിൽ ചർച്ച ചെയ്യുന്ന 5 കാര്യങ്ങളാണ്. 1 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 4 റഷ്യൻ വിപ്ലവം, 5 ചൈനീസ് വിപ്ലവം. ഈ 5 വിപ്ലവങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്നുകൂടെ: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 4 റഷ്യൻ വിപ്ലവം, 5 ചൈനീസ് വിപ്ലവം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ വിപ്ലവമായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ്. നമ്മൾ പലത് വിപ്ലവങ്ങളെ കുറിച്ചാണ്. സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരു പോരാടുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം കൂടെ, ആദ്യകാല വിപ്ലവങ്ങൾക്കെല്ലാം ഒരു പ്രചോദനം നൽകിയത് നവോത്ഥാനമായിരുന്നു. നവോത്ഥാനത്തെ കുറിച്ച് നിങ്ങൾ കുഞ്ഞു ക്ലാസ് പഠിച്ചു കാണുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യകാല വിപ്ലവങ്ങൾക്ക് ഒരു പ്രചോദനം നൽകിയത് എന്തായിരുന്നു? നവോത്ഥാനമായിരുന്നു. നമ്മൾ 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഒന്നാമത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊറോണ എന്നൊരു പ്രശ്നം ലോകത്ത് എല്ലാ പ്രദേശങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതലായി കൊറോണ ബാധിച്ചത് എവിടെയാണ്? അമേരിക്കയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുകയും ഒരുപാട് ആൾക്കാർ ഇവിടെ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ നമ്മൾ പോകുന്ന അവിടേക്കാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമുക്കൊരു കഥ പഠിച്ചു പോകുന്ന പോലെ എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാവുന്നതാണ്. ചില പോയിന്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. ശ്രദ്ധിച്ചു കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ്: 16ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എവിടെ കുടിയേറി? അമേരിക്കയിലേക്ക് കുടിയേറി. ഒന്നാമത്തെ പോയിന്റ്: 16ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എവിടെ കുടിയേറി? അമേരിക്കയിലേക്ക് കുടിയേറി. അപ്പം രണ്ടാമത്തെ പോയിന്റ്: 18ാം നൂറ്റാണ്ടോട് കൂടി ഇംഗ്ലീഷുകാർ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് വ്യാപാരികൾ അമേരിക്കയിലെത്തുകയും അവിടെ 13 കോളനികൾ ആരംഭിക്കുകയും ചെയ്തു. നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ്: 16ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിലുള്ള ആളുകൾ എവിടേക്ക്? അമേരിക്കയിലേക്ക് കുടിയേറി. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് 18ാം നൂറ്റാണ്ടോട് കൂടി ഇംഗ്ലീഷ് വ്യാപാരികൾ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടേക്ക് എത്തി? അമേരിക്കയിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു, എന്ത് ചെയ്യുക? അവിടെയുള്ള അമേരിക്കയിലുള്ള വസ്തുക്കൾ പരമാവധി ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ കൊള്ളയടിക്കുക. അപ്പൊ അമേരിക്കയിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് എവിടെ ചെയ്ത് അമേരിക്കയിൽ എത്തപ്പെടുകയും ചെയ്തത്. അതിനുശേഷം അമേരിക്ക എന്ന പ്രദേശം പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരൊരു പുതിയൊരു നയം ആവിഷ്കരിച്ചു. അതറിയപ്പെടുന്നതാണ് മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന പേരിൽ. നമ്മൾ 3 പോയിന്റാണ് പഠിച്ചത്. 1 16ാം നൂറ്റാണ്ടില് യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ എവിടേക്ക്? അമേരിക്കയിലേക്ക് കുടിയേറി. 2 18ാം നൂറ്റാണ്ടോട് കൂടി ബ്രിട്ടീഷ് വ്യാപാരികൾ എവിടേക്ക് എത്തി? അമേരിക്കയിലെത്തി. ലക്ഷ്യം എന്തായിരുന്നു? അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. 3ാമത്തെ പോയിന്റ്: അമേരിക്ക എന്ന പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ നയം അവർ ആവിഷ്കരിച്ചു. അറിയപ്പെടുന്നതാണ് മെർക്കന്റിലിസ്റ്റ് നയം, അല്ലെങ്കിൽ മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന പേരിലാണ്. ഇനി എന്താ മെർക്കന്റിലിസ്റ്റ് നിയമം? 2 കാര്യങ്ങൾ. 1, തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കോളനിയായി അമേരിക്ക മാറ്റുന്നതിനും, അതേപോലെ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായി അമേരിക്ക മാറ്റുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച ഒരു നയമാണ് മെർക്കന്റിലിസ്റ്റ് നിയമം. ഒന്നുകൂടെ, ഇപ്പം ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ വേണമായിരുന്നു. പത്രത്തിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കോളനിയായി മാറ്റുക,
അതേപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായി അമേരിക്ക മാറ്റുന്നതിന് വേണ്ടി അവർ ആവിഷ്കരിച്ച ഒരു പുതിയ നയമാണ് മെർക്കന്റൈസ് നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മുതൽ ചിലപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം മൂന്നാമത്തെ ചോദിക്കാം. മെർക്കന്റൈസ് നയത്തിലെ പ്രധാന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്കൊരു 4-5 പോയിന്റ് ടെസ്റ്റ് പറയുന്നുണ്ട്. നമുക്കൊരു 3 പോയിന്റ് പഠിച്ചാൽ മതി. അപ്പൊ ഒന്നാമതായി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകുന്ന വസ്തുക്കൾ ഒന്നുകിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കപ്പലുകളായിരിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികൾ നിർമ്മിച്ച കപ്പലുകളായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകുന്ന വസ്തുക്കൾ ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലുകളോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കോളനികൾ നിർമ്മിച്ച കപ്പലുകളോ ആയിരിക്കണം. 2, പരുത്തി, തേയില, പഞ്ചസാര പോലെയുള്ള എല്ലാ വസ്തുക്കളും ആരുമായി മാത്രം, ബ്രിട്ടീഷുകാരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കച്ചവടം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ പുകയില ആയിക്കോട്ടെ, പരുത്തി ആയിക്കോട്ടെ, അതിനുള്ള തേയില ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ആരുമായി മാത്രം, ബ്രിട്ടീഷുകാരെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, കച്ചവടം ചെയ്യുവാൻ പാടുള്ളൂ. 3ാമത്തെ പോയിന്റ്, ഔദ്യോഗിക രേഖകളായ വർത്തമാന പത്രങ്ങളോ അല്ലെങ്കിൽ ലഘു കുറിപ്പുകളോ അങ്ങനെയുള്ള ലേഖനങ്ങൾ എല്ലാത്തിലും ബ്രിട്ടീഷുകാരുടെ മുദ്ര എന്ത് ചെയ്യുക, പതിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഔദ്യോഗിക രേഖകളോ പത്രങ്ങളോ ലേഖനങ്ങളോ എല്ലാത്തിലും എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാരുടെ മുദ്ര പതിപ്പിക്കുകയും ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർക്കന്റൈസ് നിയമം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ 3 കാര്യം പഠിച്ചുള്ളൂ. ഇവിടെ ആദ്യം യൂറോപ്യൻസ് എത്തി, പിന്നീട് അവരിൽ നിന്ന് ഇംഗ്ലീഷുകാരെത്തി. ഈ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുകയുണ്ടായി, ഒരു പുതിയ നയം ആവിഷ്കരിച്ചു. അത് അറിയപ്പെടുന്നതാണ് മെർക്കന്റൈസ് നിയമം എന്ന പേരിൽ. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിന്റെ തീരുമാനങ്ങൾ 3 പോയിന്റുകൾ പഠിച്ചു. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ടെക്സ്റ്റിനകത്ത് പോയിന്റ് പറയുന്നില്ല. അപ്പം എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ വിപ്ലവങ്ങൾക്കും പിറകിൽ ഒരു കാരണം ഉണ്ടായി. ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനും പിന്നീട് ഒരു ആസ്ഥാന കാരണം ഉണ്ടായത്. ആ കാരണം നമ്മൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതായത് 1756 അന്ന് ഇംഗ്ലണ്ടുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒരു 7 വത്സര യുദ്ധം ഉണ്ടായി. ഒരു 7 വർഷക്കാലം ഒരു യുദ്ധം ചെയ്യുന്നതായി ആരംഭിച്ചു. 1756 ആരംഭിച്ച യുദ്ധം 1763 അവസാനിച്ചത്. ഇതിൽ ഇംഗ്ലീഷുകാർക്കാരും ബ്രിട്ടീഷുകാർക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷെ അവർക്ക് ഒരുപാട് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടായി. അപ്പൊ ഇത് മറികടക്കാൻ അവർ കണ്ടെത്തിയ ഒരു മാർഗം അമിതമായ നികുതി അമേരിക്കൻ ജനങ്ങൾക്ക് മേൽ എന്ത് ചെയ്യുക, അടിച്ചേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു പോകുന്നില്ല, ഇതിനെ കുറിച്ച് പറയാൻ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ബ്രിട്ടീഷുകാർ അമേരിക്കൻ ജനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ അമിതമായ നികുതിയാണ് എന്തിന് കാരണമായത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത്. നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യം പഠിക്കുമ്പോൾ അതിൽ ആദ്യം പറയുന്നത് ജെയിംസ് ഓട്ടിസ് നേതൃത്വം നൽകിയ ഒരു മുദ്രാവാക്യമാണ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതെന്താ സംഭവം, ഈ ബ്രിട്ടീഷുകാര് അമേരിക്കൻ ജനങ്ങളുടെ പ്രതിനിധികൾ അല്ല, അതുകൊണ്ട് അവർക്ക് എന്ത് നൽകത്തില്ല, നികുതി നൽകത്തില്ല. അപ്പം ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ അമിതമായ നികുതിയാണ് എന്തിന് കാരണമായത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത്. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചുകൊടുക്കുക. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് വർഷങ്ങളിലാണ്. ഇത്രയും ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത്രയും പഠിച്ച ബാക്കി നമ്മൾ പഠിക്കാൻ എളുപ്പമാണ്. ഇത്രയും ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ പോകുന്ന കുറച്ച് വർഷങ്ങളിലൂടെയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ പോകുന്നത് 1774 അപ്പൊ എന്ത് ചെയ്യുണ്ടായി, അമേരിക്കൻ ജനങ്ങൾ എന്ത് ചെയ്യുണ്ടായി, ആർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പോരാട്ടം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് ആദ്യം പടിയെന്നോണം 1774 നമ്മൾ ആദ്യം പറഞ്ഞാണ് ബ്രിട്ടീഷുകാർ എത്ര കോളനി സ്ഥാപിച്ചു, 13 കോളനികൾ എന്ത് ചെയ്യുണ്ടായി, ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ അതില് ആ 13 കോളനികൾ ജോർജിയ എന്നറിയപ്പെടുന്ന ഒരു കോളനി വേണ്ടി ബാക്കി 12 കോളനികളിലെ പ്രതിനിധികൾ 1774 അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ത് ചെയ്യുണ്ടായി, ഒരു സമ്മേളിക്കുകയുണ്ടായി. ഇത് അറിയപ്പെടുന്നത് 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേരിലാണ്. നമ്മള് എന്തേ പോവുകയാണ്, ഈ പറഞ്ഞ വിപ്ലവം തുടങ്ങാൻ പോകുക അല്ലെങ്കിൽ പോരാട്ടം തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ആദ്യം കിട്ടുന്നതാണ് 1774 13 കോളനികളുടെ ജോർജിയ എന്ന കോളനി വഴി ബാക്കി 12 കോളനികളെയും പ്രതിനിധികൾ എന്ത് ചെയ്യുകയുണ്ടായി, ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുകയുണ്ടായി. അതറിയപ്പെട്ടതാണ് 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേര്. അതിനുശേഷം ഇവരൊരു നിവേദനം ബ്രിട്ടീഷ് രാജാവിന് നൽകി. അതായത് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്ന അമിതമായ നികുതി എന്ത് ചെയ്യുക, കുറയ്ക്കുക, വ്യവസായങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ നികുതി ഭാരങ്ങൾ കുറയ്ക്കുക പോലെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ നിവേദനം ആർക്ക് നൽകി, ബ്രിട്ടീഷ് രാജാവിന് നൽകി. എന്നാൽ രാജാവ് അത് അംഗീകരിക്കുന്നതിന് പകരം ജനങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഒന്നുകൂടെ 74 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയ എന്ത് ചെയ്യുകയുണ്ടായി, ചേരുകയുണ്ടായി. അവർ ഒരു നിവേദനം ആർക്ക് നൽകി,
രാജാവിന് നൽകിയത്, ബ്രിട്ടീഷ് രാജാവിന് നൽകി. അതായത് എന്ത് ചെയ്യുക, നികുതി ഭാരം പൂർണ്ണമായും കുറയ്ക്കുക, വ്യാപാരത്തിലെ കുത്തകയൊക്കെ അവസാനിപ്പിക്കുക പോലെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ഒരു നിവേദനം രാജാവിന് നൽകിയത്. പക്ഷെ നിവേദനം അംഗീകരിക്കുന്ന പോലെ രാജാവ് എന്താ ചെയ്തത്, ജനങ്ങളെ അവിടുന്ന് അടിച്ചോടിക്കുന്നതിന് വേണ്ടി പോലീസിനെ നിയോഗിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അടുത്ത വർഷം 1775 അതേ സ്ഥലത്ത് ഫിലാഡൽഫിയിൽ വെച്ച് ഒരു രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 അതേ സ്ഥലത്ത് ഫിലാഡൽഫിയിൽ വെച്ച് ഒരു രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്യുകയുണ്ടായി, വിളിച്ചു ചേർക്കപ്പെടുകയുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കയുടെ പുതിയ കമാൻഡ് ഇൻ ചീഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പുതിയ സൈന്യാധിപനായി അല്ലെങ്കിൽ കമാൻഡ് ഇൻ ചീഫായി ജോർജ് വാഷിംഗ്ടൺ എന്ത് ചെയ്യുകയുണ്ടായി, തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ 1775 അടുത്ത വർഷം ഫിലാഡൽഫിയിൽ വെച്ച് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്യുകയുണ്ടായി, വിളിച്ചേർത്തു. അതിൽ വെച്ച് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സൈന്യമുണ്ട്. അപ്പൊ അതിന്റെ തലവനായി ആരെ തെരഞ്ഞെടുത്തു, ജോർജ് വാഷിംഗ്ടൺ എന്ത് ചെയ്യുകയുണ്ടായി, തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് അടുത്ത വർഷം 1776 നമ്മൾ പറഞ്ഞ കോണ്ടിനെന്റൽ കോൺഗ്രസ്, ജോർജ് വാഷിംഗ്ടന്റെ കീഴിലുള്ള കോണ്ടിനെന്റൽ കോൺഗ്രസ് ചരിത്രപ്രസിദ്ധമായ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ത് ചെയ്യുകയുണ്ടായി, പ്രഖ്യാപിക്കുകയും ചെയ്തു. 1776 എന്ത് ചെയ്യുകയുണ്ടായി, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ചരിത്രപ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ത് ചെയ്യുകയുണ്ടായി, തയ്യാറാക്കുകയും ചെയ്തു. രണ്ട് വ്യക്തികൾ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കി. നമുക്ക് മറ്റു ദിവസം ചോദിക്കാമല്ലോ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സൺ. ആരൊക്കെയാണ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുകയും ചെയ്തത്. ഇനി അതേ വർഷം 1776 ഈ പറഞ്ഞ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ അതേ വർഷം തന്നെ അമേരിക്കൻ ജനങ്ങൾ ആർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ 1776 എന്താരംഭിക്കുന്നത്, കോളനിയിലെ അമേരിക്കൻ ജനങ്ങളും അതേപോലെ ബ്രിട്ടീഷുകാരും തമ്മിലൊരു പോരാട്ടം ആരംഭിക്കുന്നത്. 76 ആരംഭിച്ച ഈ പോരാട്ടം ഒരു 5 വർഷത്തിന് ശേഷം 1781 അവസാനിച്ചു. ഇത് അവസാനിച്ചെന്താണ്, 1781 ഇത് അവസാനിച്ചു. ഒരു അന്തിമ വിജയം അമേരിക്കയിലെ ജനങ്ങൾക്കൊപ്പമായിരുന്നു. തുടർന്ന് 2 വർഷങ്ങൾക്ക് ശേഷം ഒപ്പുവെച്ച 1783 പാരീസ് ഉടമ്പടി അനുസരിച്ച് 1783 പാരീസ് ഉടമ്പടി അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 13 കോളനികളാണ് ബ്രിട്ടീഷ് ഇവിടെ സ്ഥാപിച്ചത്. ആ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ആരനുവദിച്ചു, ബ്രിട്ടീഷ് അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ 1776 കൂടി യുദ്ധം ആരംഭിച്ചു. ഇത് അവസാനിച്ചത് 81 തുടർന്ന് 2 വർഷങ്ങൾക്ക് ശേഷം ഒപ്പുവെച്ച 1783 പാരീസ് ഉടമ്പടി അനുസരിച്ച് എന്ത് ചെയ്യുണ്ടായി, അമേരിക്കയിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ആരനുവദിച്ചു, ബ്രിട്ടീഷ് അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് 1789 ജെയിംസ് മാഡിസന്റെ കീഴിൽ അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. അതിന് പ്രത്യേകതയുണ്ട്, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കയുടേത്. അപ്പോൾ 1789 ജെയിംസ് മാഡിസന്റെ കീഴിൽ എന്തെയ്യുണ്ടായി, അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് എന്ത് വരുന്നത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് വരുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിന് എസ്ഐക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം 6 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് ഒരു വൺവേഡ് ക്വസ്റ്റ്യൻ ആവും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മെറിറ്റൻസ് നയത്തിലെ ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചുകൊള്ളുക, ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ ആദ്യം 3-4 പോയിന്റ് ആണ് പറഞ്ഞത്. അറിഞ്ഞു പോയാൽ മതി. നമുക്ക് എന്തായിരുന്നു, 16-ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ആരെത്തി ഇവിടേക്ക് ജനങ്ങൾ എത്തി. തുടർന്ന് 18-ാം നൂറ്റാണ്ടോട് കൂടി ഇവിടേക്ക് ഇംഗ്ലീഷ് കച്ചവടക്കാർ എത്തുകയും ചെയ്തു. അവിടെ ലക്ഷ്യം എന്തായിരുന്നു, ഇവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. തുടർന്ന് ഇവിടെ എത്തപ്പെട്ട ബ്രിട്ടീഷുകാരെ 13 കോളനികൾ ആരംഭിച്ചു. അതിനുശേഷം അമേരിക്കൻ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ നയം അവർ നടപ്പിലാക്കി. ആ നയമാണ് മെർക്കന്റിലിസം നിയമം എന്ന പേരിൽ അല്ലെങ്കിൽ നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താ മെർക്കന്റിലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കോളനിയായി അമേരിക്കയെ മാറ്റുക, അതേപോലെ തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായി അമേരിക്കയെ മാറ്റുന്നതിന് വേണ്ടി അവർ ആവിഷ്കരിച്ച നയമാണ് മെർക്കന്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടെ നിന്നുള്ള വസ്തുക്കൾ കൊണ്ടുപോകും.
ഇവിടെ ഉൽപ്പാദിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്നു. ഒന്നുകിൽ അത് ഏതിലൂടെ ആയിരിക്കണം, ബ്രിട്ടീഷ് നിർമ്മിച്ച കപ്പലുകളോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികൾ നിർമ്മിച്ച കപ്പലുകളോ ആയിരിക്കണം. ഒന്ന്. രണ്ടാമതായി പരുത്തി, തേയില, പഞ്ചസാര, പുകയില പോലെയുള്ള വസ്തുക്കൾ ബ്രിട്ടീഷുകാരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കച്ചവടം ചെയ്യുവാൻ പാടുള്ളൂ. അതുപോലെ ഔദ്യോഗിക രേഖകളിലെല്ലാം എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാരുടെ മുദ്രകൾ പതിപ്പിക്കുകയും വേണം. പിന്നെ നമ്മൾ പറഞ്ഞത് ടെക്സ്റ്റിൽ ഇല്ലാതെ പോലെയുള്ള അറിഞ്ഞുകൊടുക്കുക, അറിഞ്ഞാൽ മാത്രം മതിയത് 1756 മുതൽ 1763 വരെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ 7 വർഷക്കാലം നിൽക്കുന്ന ഒരു യുദ്ധം ഉണ്ടായി. അത് അറിയപ്പെടുന്നത് സപ്താഹ എന്ന പേരിലാണ്. അത് ടെക്സ്റ്റ് പറയുന്നില്ല. അപ്പൊ ആ യുദ്ധം അവസാനിച്ചു, ബ്രിട്ടീഷ് വിജയിച്ചു. പക്ഷെ അവർക്ക് എന്തുണ്ടായി, ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അത് മറികടക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു, അമേരിക്കൻ ജനങ്ങൾക്ക് മേൽ അമിതമായ നികുതി ഏർപ്പെടുത്തിയിരുന്നതായിരുന്നു. അമേരിക്കൻ ജനങ്ങൾക്ക് മേൽ അമിതമായ നികുതി ഏർപ്പെടുത്തിയതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആസന കാരണമായി മാറിയത്. അവിടെ അത് വേറൊരു ദിവസം ചോദിക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യമായിട്ടാണ് അവരെന്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുകയും ചെയ്തത്. അത്രയും ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് വർഷങ്ങൾ പഠിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ക്രോണോളജി കാലനൊക്കെ എന്ത് ചെയ്യാം, അത് ചോദിക്കാമെന്നാണ് വർഷം എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പറഞ്ഞത് 1774. എന്താ സംഭവിച്ചത് എന്നാ, ജോർജിയ 13 കോളനിയെ കുറിച്ച് പറഞ്ഞത്. 13 കോളനിയില് ജോർജിയ ഒഴികെ ബാക്കി 12 കോളനികളിലെ പ്രതിനിധികൾ എന്ത് ചെയ്യുണ്ടായി, ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അറിയപ്പെട്ടത് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്ന പേരിലായിരുന്നു. ലക്ഷ്യം എന്തായിരുന്നു, തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഭാരം കുറയ്ക്കുക, വ്യാപാര കുത്തക കുറയ്ക്കുക പോലെയുള്ള ആവശ്യങ്ങളാണ് എന്ത് ചെയ്തത് ഇതിലവർ മുന്നോട്ട് വെച്ചത്. തുടർന്ന് അവർ നിവേദനം രാജാവിന് സമർപ്പിച്ചു. പക്ഷെ രാജാവ് എന്ത് ചെയ്യുകയുണ്ടായി, അവരെ അടിച്ചുമർത്തുകയാണ് ചെയ്തത്. അടുത്ത വർഷം അതേ സ്ഥലത്ത് വെച്ച് രണ്ടാമതൊരു കോണ്ടിനൽ കോൺഗ്രസ് വിളിച്ചേർക്കപ്പെടുകയുണ്ടായി. അതിൽ വെച്ച് അമേരിക്കയുടെ കോണ്ടിനൽ കോൺഗ്രസിന്റെ പുതിയ തലവനായി ആര് തെരഞ്ഞെടുത്തു, ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് അടുത്ത വർഷം 1876 ഈ പറഞ്ഞ കോണ്ടിനൽ കോൺഗ്രസ് അമേരിക്കയുടെ ചരിത്രപ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുന്നുണ്ടായി. 2 ആൾക്കാരെ ചേർന്ന് തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഇതോടുകൂടി അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടി എന്താരംഭിച്ചു, അമേരിക്കൻ ജനങ്ങളും ബ്രിട്ടീഷും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു. 1781 പോരാട്ടം അവസാനിച്ചു. അമേരിക്കൻ ജനങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 2 വർഷം ശേഷം ഒപ്പുവെച്ച പാരീസ് ഉടമ്പടി അനുസരിച്ച് അമേരിക്കയിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ആരംഭിച്ചു, ബ്രിട്ടീഷുകാരെ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് 1789 ജെയിംസ് മാഡിസന്റെ കീഴിൽ അമേരിക്കയിലെ ഭരണഘടന തയ്യാറാക്കുകയും ചെയ്തു. ഇത്രയാണ് മെയിനായിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ചോദിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇതിന്റെ ബാക്കി നമുക്ക് എക്സാമിന് ചോദിച്ചാൽ എത്ര മാത്രം എഴുതിയാൽ മതി. ഇതിന്റെ എക്സാമിന് ചോദിക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലങ്ങൾ. ഒരിക്കൽ ചോദിച്ചതാണ്, 4 ഭാഗങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലങ്ങൾ. ഒരു 4 പോയിന്റേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊള്ളുക. ഒന്നാമത്, പിൽക്കാല വിപ്ലവങ്ങൾക്ക് ഒരു പ്രചോദനം നൽകാൻ സാധിച്ചു. അത്രയും പറയുന്നത്. ഒന്നാമത്, പിൽക്കാലത്ത് ഒരുപാട് വിപ്ലവം ഉണ്ടായിരുന്നു. നമ്മളിതിനകത്ത് തന്നെ ഒരുപാട് വിപ്ലവം പഠിക്കുന്നുണ്ട്. പത്രത്തില് പിൽക്കാല വിപ്ലവങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചു, ഒരു പ്രചോദനം നൽകുവാൻ സാധിച്ചു. രണ്ട്, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായി തയ്യാറാക്കാൻ സാധിച്ചു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കാൻ സാധിച്ചു. മൂന്നാമത്, റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന്റെ ആശയം മുന്നോട്ട് വെച്ചു. അത് ജനങ്ങൾക്ക് നൽകി. 3, റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ആശയം ഉണ്ടായി ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു. ലാസ്റ്റ് പോയിന്റ്, ഫെഡറൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫെഡറൽ സംസ്ഥാനം എന്ന ആശയം കൂടി ലോക ജനതയിലേക്ക് വയ്ക്കുവാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്തു. ഒന്നുകൂടെ 4 പോയിന്റ്. ഒന്ന്, പിൽക്കാല വിപ്ലവങ്ങൾക്ക് എന്ത് നൽകാൻ സാധിച്ചു, ഒരു പ്രചോദനം നൽകുവാൻ സാധിച്ചു. ലോകത്തിൽ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കാൻ സാധിച്ചു. മൂന്നാമത്, റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ആശയം ജനങ്ങൾക്കിടയിലേക്ക് നൽകി. അതേപോലെ ഫെഡറൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫെഡറൽ സംസ്ഥാന ആശയം കൂടി ജനങ്ങൾക്ക് നൽകാൻ സാധിക്കുകയും ഇതിലൂടെ ചെയ്തു. ഇത്രയാണ് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മാറ്റി പറയാനുള്ളത്.